നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു വൈറൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നിലവില് ഇൻസമാം ഉൾ ഹക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മൾ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഈ ഒരു ദിവസം വരെ നമുക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഈ ഒരു നിമിഷത്തോടു കൂടി ആ റെസ്പെക്ട് അങ്ങോട്ട് പോയി. സല്യൂട്ട് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് ഇല്ല. ഇനി ശരിക്കും T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായുള്ള കളിയിൽ വളരെ ആധികാരികമായിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ആ ഒരു ആധികാരികമായിട്ടുള്ള ജയം കണ്ടപ്പോൾ ഇൻസമാം ഉൾ ഹക്ക് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിൽ തന്നെ വന്നാണ് ഈ പറയാം. എന്ത് വിഡ്ഢിത്തരമാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് പുതിയൊരു ബോളിൽ ചുരണ്ടാൻ എന്താണ്, എലിയാണോ? അതായത് ഇന്ത്യൻ ടീമിന് ബോളേഴ്സിന് റിവേഴ്സിംഗ് കിട്ടിയത് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞ. ക്രിക്കറ്റിന്റെ മേലധികാരികളെയും ഈ ക്യാമറാസിനെയും പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസിനെയൊക്കെ വളരെ അടച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇൻസമാം ഉൾ ഹക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി. മാധ്യമങ്ങളിൽ വളരെ മോശമായ രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസമാം ഉൾ ഹക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇൻസമാം ഉൾ ഹക്ക് കളിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഇപ്പൊ ഉണ്ട് നിലവിൽ. ക്യാമറകൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി ക്വാളിറ്റി ഉള്ള ക്യാമറാസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഫെസിലിറ്റീസ് ഒക്കെ അധികമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് സ്വന്തം മണ്ടത്തരങ്ങൾ വിളമ്പുന്ന പോലെയാണ് ഈ ഒരു വിവാദം ഇൻസമാം ഉൾ ഹക്ക് സ്വന്തമായി പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള ബാക്കി എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് മണ്ടന്മാരെന്ന് ചാപ്പ കുത്തിയതുപോലെയാണ് ഈ ഒരു വിവാദം മാധ്യമങ്ങളിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ മണ്ടന്മാരെന്ന് ചാപ്പ കുത്തിയതുപോലെയാണ് ബാക്കി എല്ലാവർക്കും തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലുള്ള അഭിപ്രായമാണ്, വളരെ തെറ്റായ രീതിയിലുള്ള വിവാദമാണ്. ക്രിക്കറ്റ് എന്ന ഗെയിമിനെ മാത്രമല്ല ബാക്കി എല്ലാ കായിക ഇനങ്ങളെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്നവരാണ് ഓരോ ഇന്ത്യക്കാരും. അതാദ്യം മനസ്സിലാക്കുക. നിലവിൽ ഇന്ത്യയെ മാത്രം ചാപ്പ കുത്തുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അതങ്ങനെ എടുത്ത് കളഞ്ഞേക്കണം. ശരിക്കും ഈ ഒരു ക്രിക്കറ്റ് താരം, അതായത് ഇൻസമാം ഉൾ ഹക്ക് എന്ന ഈ ഒരു ക്രിക്കറ്റ് താരം, ഇതിന് സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു വാക്ക് പോലും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ തെറ്റായ രീതിയിലുള്ള ഇതുപോലുള്ള അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കരുത്. കാരണം എല്ലാ മേലധികാരികളെയും ഇപ്പോൾ ഫെസിലിറ്റീസിനെയും അടച്ച് ആക്ഷേപിക്കുന്നത് പോലെയാണ് ഈ ഒരു വിവാദം ഇൻസമാം ഉൾ ഹക്ക് എന്ന് പറയുന്ന ആ ഒരു ക്രിക്കറ്റ് പ്ലെയർ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇതേപോലുള്ള വിവാദങ്ങൾ പടച്ചുണ്ടാക്കുന്നത്? സ്വന്തം ടീം പുറത്തായതാണ് കാരണമെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ്. ഇൻസമാം ഉൾ ഹക്കിനെ പോലെ ഇത്തരം വാല്യൂ ഉള്ള ക്രിക്കറ്റ് പ്ലെയർ ഒരിക്കലും ഇത്തരം താഴ്ന്ന രീതിയിലുള്ള വിവാദം ഉണ്ടാക്കരുത്. ഈ ഒരു ന്യൂസ് വിട്ട ഈ മാധ്യമങ്ങൾ മണ്ടന്മാരാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത്തരം വിഡ്ഢിത്തരങ്ങൾ എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പടച്ചു വിടുന്നത്? സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഇത്തരം വിവാദങ്ങൾ അടിച്ചിറക്കുന്ന ഈ ഒരു വ്യക്തിയെ ശരിക്കും നിയമപരമായിട്ട് നേരിടണം. ഒരു സോളിഡ് എവിഡൻസും ഇല്ലാതെ തെറ്റായ അഭിപ്രായങ്ങൾ പുറന്തള്ളുന്നത് ശരിയല്ല. എന്തിനാണ് ഇങ്ങനെ ക്രിക്കറ്റിനെയും ക്രിക്കറ്റിന്റെ മേലാധികാരികളെയും അധിക്ഷേപിക്കുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റിനെ മാത്രമല്ല ലോക ക്രിക്കറ്റിനെ തന്നെ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക.